ഹലോ ഗൈസ്, എല്ലാവർക്കും സുഖമല്ലേ? ഇന്ന് നമ്മൾ സ്റ്റേഡിയത്താണ് കേട്ടോ പോയേക്കുന്നത്. സ്റ്റേഡിയം കോട്ടൺ ഫാബ് 2026 എന്നും പറഞ്ഞുകൊണ്ട് എക്സിബിഷൻ നടക്കുന്നുണ്ട്. 2-3 ദിവസമായിട്ട് എനിക്ക് പോകണമെന്ന് ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുന്നതാണ്. ഇത് സ്റ്റാർട്ട് ചെയ്തിട്ട് 2 ആഴ്ച എന്തോ ആയിട്ടുണ്ട്, 2-3 ആഴ്ച ആയിട്ടുണ്ട്. പക്ഷെ പോകാനായിട്ട് പറ്റിയില്ല. അപ്പോൾ ഇന്ന് ഞങ്ങൾ എന്തായാലും ഒന്ന് പോയിട്ട് ജസ്റ്റ് ഒന്ന് കാണാമെന്ന് വിചാരിച്ചു. എപ്പോഴും ആ വഴിയൊക്കെ പോകുമ്പോൾ തിരക്ക് കാണാറുണ്ട്. എന്താണെന്നുള്ളത് നമുക്ക് എക്സിബിഷൻ ആയിരിക്കും സാധാരണ എല്ലായിടത്തും നടക്കണ പോലെ, പക്ഷെ എന്തെങ്കിലും വെറൈറ്റി ഉണ്ടാകുന്ന അറിയാൻ വേണ്ടി ഞങ്ങൾ ചെന്നതാണ് കേട്ടോ. അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ. നമുക്ക് വീട്ടിൽ യൂസ് ചെയ്യാൻ പറ്റിയ കുറേ പാത്രങ്ങൾ, അതുപോലെ തന്നെ കുപ്പിവളകൾ, പിന്നെ കമ്മലുകൾ, അങ്ങനെ നമ്മുടെ ഗേൾസിനൊക്കെ പറ്റിയ കുറേ വെറൈറ്റി മാലകളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഇതുപോലത്തെ കുറേ ഹോം ഡെക്കോർ ഐറ്റംസ് ഉണ്ടായിരുന്നു കേട്ടോ. അതുകൂടാതെ തന്നെ നമ്മൾ ഇതിൻ്റെ എൻട്രൻസ് കയറില്ലേ, എൻട്രൻസ് കയറുന്നതിൻ്റെ അവിടെ ഒരു ടെൻഡർ കോക്കനട്ട് ജ്യൂസ് കൊടുക്കുന്നുണ്ട്. 60 രൂപയാണ് ആ ജ്യൂസിന്. നല്ല ടേസ്റ്റാണ് കേട്ടോ. നിങ്ങളൊന്ന് പോകാത്തവരൊന്ന് കുടിച്ചു നോക്കാം കേട്ടോ. നല്ല ടേസ്റ്റ്, നമുക്ക് നല്ല റിഫ്രഷ് ഫീൽ കിട്ടിയായിരുന്നു കേട്ടോ. ഇതൊക്കെ പണ്ടത്തെ മിഠായികളൊക്കെ ഉണ്ട് കേട്ടോ. ഇങ്ങനെ മറ്റേ പുളിമിഠായി, പിന്നെ മൗത്ത് റിഫ്രഷ്നർ ആണെന്നൊക്കെ അവർ പറയുന്നുണ്ട്. അതിന് റേറ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അത്യാവശ്യം 235 എന്തോ സംതിങ് ആയിരുന്നു അതിൻ്റെ റേറ്റ് വരുന്നത്. പിന്നെ നമ്മൾ സാമ്പ്രാണി റേറ്റ് എത്രയെന്ന് ചോദിച്ചായിരുന്നു. അപ്പോൾ അതിനും 50 രൂപ ആണ് പറഞ്ഞത്. നമുക്ക് ഓൺലൈനാണെക്കാളും ചീപ്പ് റേറ്റിൽ കിട്ടും. അപ്പോൾ നമ്മൾ അവിടെ ചെല്ലുമ്പോൾ റേറ്റ് നോക്കിയിട്ട് നല്ലതാണെന്നുണ്ടെങ്കിൽ മാത്രം മേടിച്ചാൽ മതി. കാരണം റേറ്റ് കൂടുതലുള്ള പോലെ എനിക്ക് തോന്നിയായിരുന്നു. പിന്നെ കുറേ വെറൈറ്റി അച്ചാറൊക്കെ ഉണ്ടായിരുന്നു. നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം, എന്നിട്ട് നമുക്ക് ഇഷ്ടമുള്ളത് വാങ്ങിക്കാം കേട്ടോ. പിന്നെ കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഇതുപോലെ അവരുടെ സ്കിൽസ് ഒന്ന് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അവർ എൻഗേജ്ഡ് ആകാൻ വേണ്ടിയിട്ട്, ഫോണൊക്കെ മാറ്റി ഒന്ന് എൻഗേജ്ഡ് ആകാൻ വേണ്ടിയിട്ടുള്ള കുറേ കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ട്. അതുപോലെ തന്നെ വെറൈറ്റി കളേഴ്സുള്ള മാറ്റുകൾ അവിടെ ഉണ്ട്. അതുപോലെ തന്നെ ഇതുപോലെ ഡെക്കറേഷൻസ് ഐറ്റംസ്, ഞാൻ പറഞ്ഞില്ലേ കുറേ ഡെക്കറേഷൻ ഐറ്റംസ് ഉണ്ട്. അത് ഓരോ നമ്മൾ ചോദിച്ച് റേറ്റ് കുറഞ്ഞതാണോ റേറ്റ് കൂടുതലാണോ എന്ന് നോക്കിയിട്ട് വേണം കേട്ടോ വാങ്ങിക്കാനായിട്ട്. അവിടെ ചെല്ലുമ്പോൾ അവർ അത്യാവശ്യം കുറച്ച് ഹിന്ദിക്കാരൊക്കെ ഉണ്ട്. അപ്പോൾ അവരൊക്കെ കൂടുതലും റേറ്റ് കൂട്ടി പറയും. അപ്പോൾ നമ്മളതനുസരിച്ചിട്ട് നോക്കിയിട്ട് വേണം വാങ്ങിക്കാൻ. പിന്നെ ഇതുപോലെ കുറേ നല്ല ബുക്കുകൾ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എല്ലാ ലാംഗ്വേജിലും അത് അവൈലബിൾ ആയിട്ട് അവിടെ ഉണ്ട്. പിന്നെ കുറേ ഇതുപോലെ ഡ്രസ്സുകൾ ഞാൻ കണ്ടായിരുന്നു. പക്ഷേ അവരിട്ട ആ ഡ്രസ്സിൻ്റെ എമൗണ്ട് കുറച്ച് കൂടുതലായിട്ട് തോന്നിയായിരുന്നു കേട്ടോ. ആ ക്വാളിറ്റി അനുസരിച്ചിട്ട് നോക്കുമ്പോൾ അത്രയും എമൗണ്ട് എനിക്ക് തോന്നിയില്ല. പിന്നെ ഇതുപോലെ പണ്ടത്തെ കുറേ കളിപ്പാട്ടങ്ങൾ അവിടെ കണ്ടായിരുന്നു. അപ്പോൾ ഓരോന്ന് ഇങ്ങനെ എടുത്ത് നോക്കുക കേട്ടോ. ചിക്കുചേട്ടൻ നൊസ്റ്റാൾജിയ അടിച്ചത് കണ്ടപ്പോൾ, ഇതൊക്കെ ചിക്കുചേട്ടൻ പണ്ട് യൂസ് ചെയ്തേക്കുന്ന കളിപ്പാട്ടങ്ങളാണെന്നൊക്കെ പറഞ്ഞിട്ട് ഞാനും 2-3 ഞാനും കണ്ടിട്ടുണ്ട് കേട്ടോ. അത് കഴിഞ്ഞ് പിന്നെ ഇതുപോലെ കുറേ മരത്തിൻ്റെ കുറേ ഐറ്റംസ് അവിടെ ഉണ്ടായിരുന്നു. പണ്ടത്തെ ചെരുപ്പുകൾ, അതുപോലെ തന്നെ നമുക്ക് അടുക്കളയിൽ വേണ്ട കുറേ തവികൾ ഒക്കെ മരത്തിൻ്റെ ആണ് കേട്ടോ. എല്ലാം നല്ല ഭംഗിയിൽ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ അതൊക്കെ കാണാനായിട്ട്. അതുകൂടാതെ തന്നെ ഇത് സ്റ്റോൺ ആണെന്നാണ് പറയുന്നത്. പ്രഷ്യസ് സ്റ്റോൺ യൂസ് ചെയ്തിട്ട് ഉണ്ടാക്കിയ കുറച്ച് മാലകൾ അവിടെ പ്രസന്റ് ചെയ്തിട്ടുണ്ട്. ചേട്ടനാണെങ്കിൽ ഞാൻ വീഡിയോ കൊടുക്കണേണല്ലോ. അപ്പോൾ ഞാൻ ഒരു ഹായ് പറയുമെന്ന് പറഞ്ഞപ്പോൾ ആള് അവിടുത്തെ എന്തോ സാധനം നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ ചോദിച്ചെന്തോ അതെന്ത് സാധനമാണ് എന്ന് ചോദിച്ചപ്പോൾ ഡ്രില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ താഴ്ത്ത് വെക്കുന്ന ഒരു സംഭവമാണെന്നാണ് പറഞ്ഞത്. പിന്നെ കുറേ ഞാൻ പറഞ്ഞില്ലേ കുറേ മാലകളും കമ്മലുകളും ഒക്കെ ഉണ്ടായിരുന്നു അവിടെ. നല്ല വെറൈറ്റി ആയിട്ട് നമ്മൾ കാണാത്ത കുറേ മാലകളുണ്ട് കേട്ടോ. പിന്നെ ഇതുപോലെ ക്യൂട്ടായിട്ടുള്ള വാലറ്റൊക്കെ ഉണ്ട് കേട്ടോ അവിടെ. അതുപോലെ നമ്മുടെ കാർഡ്സൊക്കെ, കുറേ കാർഡ്സൊക്കെ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ ഇങ്ങനത്തെ ഒരു വാലറ്റ് വാങ്ങിച്ചാൽ മതി, അതിൽ സേഫായിട്ട് ഇരുന്നോളും. അതുപോലെ ക്ലിപ്പ് കണ്ടോ, നല്ല ക്യൂട്ടായിട്ടുള്ള കുട്ടികൾക്കൊക്കെ വേണ്ടിയിട്ടുള്ള ക്യൂട്ടായിട്ടുള്ള ക്ലിപ്പുകളൊക്കെ ഉണ്ട് അവിടെ. അവിടെ മൊത്തം ഡെക്കറേഷൻസ് ഐറ്റംസ് ആണ് കേട്ടോ. ഇപ്പോൾ വീടൊക്കെ നല്ലോണം അലങ്കരിച്ച് അങ്ങനെയൊക്കെ ചെയ്യുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ, ഡെക്കറേഷൻസ് വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ വന്നോളൂ കേട്ടോ. കുറേ ഡെക്കറേഷൻസ് ഐറ്റംസ് ഉണ്ട്. ക്യൂട്ട് ഐറ്റംസ് ആണ് കൂടുതലായിട്ട്. കുഞ്ഞു ഐറ്റംസ് തുടങ്ങിയിട്ട് വലിയ ഐറ്റംസ് വരെ അവിടെ ഉണ്ട് കേട്ടോ. പിന്നെ നോക്കി കണ്ടൊക്കെ വാങ്ങിക്കുക. അവർ ചിലപ്പോൾ റേറ്റ് കൂട്ടി പറയും, അപ്പോൾ നോക്കിയിട്ടൊക്കെ വാങ്ങിക്കാം. പിന്നെ അതിൻ്റെ കളറൊക്കെ പോകുമെന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു കളറൊന്നും പോകില്ലെന്നാണ് പറഞ്ഞത്.
നോക്കിയിട്ടൊക്കെ വാങ്ങിക്കാം കേട്ടോ. ഇപ്പം വീട്ടിൽ ഹൗസ് വാമിംഗ് ഒക്കെ നടക്കുന്നുണ്ടെങ്കിൽ എന്തായാലും നിങ്ങൾ ഇവിടെ വന്നിട്ട് ജസ്റ്റ് ഒന്ന് നോക്കുക. നല്ല വെറൈറ്റി ഐറ്റംസ്, നിങ്ങളുടെ ഡെക്കറേഷൻസ് ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഇതുപോലുള്ള കുറേ ഐറ്റംസ് ഉണ്ട്, കാണാനും നല്ല ഭംഗിയായിരിക്കും. അപ്പം നിങ്ങൾ വന്നിട്ട് റേറ്റ് ഒക്കെ നോക്കിയിട്ട് വേണം കേട്ടോ വാങ്ങിക്കാനായിട്ട്. പിന്നെ ഗിഫ്റ്റ് കൊടുക്കാനായിട്ടാണെന്നുണ്ടെങ്കിലും ഇവിടെ കുറേ കുഞ്ഞു കുഞ്ഞു ഐറ്റംസുകളൊക്കെ ഉണ്ട് കേട്ടോ. നല്ല ഭംഗിയായിട്ട് അതുപോലെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. നമ്മൾ എൻട്രൻസ് ഒക്കെ കയറുമ്പോൾ തന്നെ ഫുഡ് ഐറ്റംസും അതുപോലെ തന്നെ ചെടികളൊക്കെ ഉണ്ട് കേട്ടോ അവിടെ. അപ്പോൾ നമ്മൾ ഇത് മേടിച്ചായിരുന്നു, മുളക് ബജി മേടിച്ചായിരുന്നു കേട്ടോ. നല്ലതായിരുന്നു മുളക് ബജി. അത് കഴിഞ്ഞ് നമ്മൾ ഇറങ്ങിയപ്പോൾ ഈ ഒരു ടൈം ആയിട്ടോ. അപ്പോൾ അത്രയുള്ള വീഡിയോ, നെക്സ്റ്റ് വീഡിയോ